My name is Anil John Alex. I wish you all a belated Happy New Year. God bless you all. To all the viewers who will be seeing this video. I come from Mavelikara. My house name is Appakulattu Anandabhan. My father was in the central government. His name was John. My mother's name is Rachel John. My grandfather, his name was A.P. John. He used to teach in the BH High School, Mavelikara. And my grandmother's name was Akkama John. I studied most of my schooling and college outside Kerala. My father retired and we settled in Mavelikara. And I am the only child of my parents. My wife, Annie Anil, will continue from here. She will be telling about her background. എൻ്റെ പേര് ആനി എന്നാണ്. പിന്നെ എൻ്റെ സ്ഥലം മാവേലിക്കരയ്ക്ക് അടുത്ത് കൊല്ലടവിലാണ്. ഞാൻ പഠിച്ചത് മാവേലിക്കരയും പിന്നെ എൻ്റെ ഡിഗ്രിയും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ MA 2 കൊല്ലം ഞാൻ പന്തളത്ത് പോയി പഠിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ മാരേജ് നടന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 പേരാണ്. ഞാൻ 4മത്തേതാണ്. 3 പെണ്ണും 2 ആണുമാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. എൻ്റെ ഫാദർ ഒരു ബിസിനസ്സായിരുന്നു ഫാദറിന്. അമ്മ ടീച്ചറായിരുന്നു. 2 പേരിപ്പം മരിച്ചു പോയി. സഹോദരങ്ങൾ ചുറ്റും ഇവിടെയും അമേരിക്കയിൽ സഹോദര മക്കളൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവർ കുവൈറ്റിലായിരുന്നു. ഇപ്പോൾ എല്ലാം നാട്ടിൽ പോയി സെറ്റിലായി. As my father was employed in the central government, I basically studied in 7 schools, starting from Bangalore. I studied in Kendriya Vidyalayas. From Bangalore, my father was posted to Chandigarh. Then for 1 year I studied in Trinity High School, Kollam. After that I went to Jorhat, Faridabad, Devlali, and finally I passed out from Coimbatore. I had my college education there. I hold a master's in economics. Okay. അമ്മമ്മ പഠിച്ചു കഴിഞ്ഞ ഉടനെ കല്യാണമായിരുന്നു? ഞാൻ MA പഠിത്തം കഴിഞ്ഞ ഉടനെ പിന്നെ കല്യാണമായിരുന്നു. MA ഏതായിരുന്നു? MA എക്കണോമിക്സ് ആയിരുന്നു. കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പിന്നെ പോയി. അമ്മമ്മയുടെ സിബ്ലിങ്സ് ഒക്കെ ഏത് ലെവലിൽ എത്തിയെന്ന് പറഞ്ഞു? സിബ്ലിങ്സ് 4 പേരും കുവൈറ്റായിരുന്നു. ഇപ്പോൾ അവരെല്ലാം തിരിച്ചു. ഒരാൾ മാത്രം കുവൈറ്റിലുണ്ട്. ബാക്കി എല്ലാവരും നാട്ടിൽ പോയി സെറ്റിലായി. പിന്നെ ഒരു ചേച്ചിയുടെ മക്കൾ, ഒരാൾ ഇവിടെ ന്യൂജേഴ്സിയിലുണ്ട്, ഒരാൾ കാനഡയിലുണ്ട്. മൂത്ത ഇടത്തരം മോൻ പൈലറ്റാണ്. അവൻ ഫിലിപ്പൈൻസിലാണ്. നമ്മുടെ മദർ ടീച്ചറായിരുന്നു. സ്കൂളിലായിരുന്നു? മാനേജ്മെന്റ് സ്കൂളിലായിരുന്നു? അമ്മ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. അമ്മ അവിടെ JBS സ്കൂളെന്ന് പറഞ്ഞുണ്ട്. പ്രൈമറി ആയിരുന്നു? അപ്പോൾ പ്രൈമറി സ്കൂളായിരുന്നു. സാറിൻ്റെ പേരൻസ് ഡാഡി വർക്കിംഗ് ആയിരുന്നു? മദറോ? ഇല്ല, ഹൗസ് വൈഫായിരുന്നു. ഡാഡി എന്തിനു സെറ്റിലായിരുന്നു? എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സ്. സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എത്ര വർഷം എയർഫോഴ്സിൽ ജോലി ചെയ്തു? 38 വർഷം. 38 വർഷമെന്നാണ് എൻ്റെ ഓർമ്മ. അത് ശരി. ലാസ്റ്റില് ബാംഗ്ലൂരിൽ വെച്ചാണോ റിട്ടയർ ചെയ്യുന്നത്? അല്ല, കോയമ്പത്തൂർ എയർബേസിലാണ്. അലക്സ് എന്താ അകലെ പോകാൻ താല്പര്യമില്ലായിരുന്നു? അത് പോകാൻ വലിയ താല്പര്യമായിരുന്നു. കൂടെ പഠിച്ച ഒത്തിരി പേര് ഈ ഡിഫൻസിൽ പോയി, NDA നാഷണൽ ഡിഫൻസ് അക്കാദമി പോയി. പക്ഷേ വീട്ടിൽ അവർക്ക് ഞാൻ ഒറ്റപുത്രനായതുകൊണ്ട് വിടാൻ ഒരു പരിപാടിയില്ലായിരുന്നു. അവർ വിട്ടില്ല. കൂടെ പഠിച്ചവരെല്ലാം ഇപ്പോഴും ഞാൻ കോണ്ടാക്റ്റ് ഉണ്ട്. അതിൽ പലരും ബാംഗ്ലൂർ സെറ്റിൽഡായി. അതിനകത്ത് ഒരാൾ ബ്രിഗേഡിയറായിട്ട് റിട്ടയറായി, ഒരാൾ എയർവൈസ് മാർഷലായിട്ട് റിട്ടയറായി. അയാൾ പൈലറ്റായിരുന്നു, ഫൈറ്റർ പൈലറ്റായിരുന്നു. പിന്നെ ഒരാൾ ക്യാപ്റ്റനായിട്ട് റിട്ടയറായി. അവരെല്ലാം ബാംഗ്ലൂരുണ്ട്. ഇവരുമായിട്ടെല്ലാം കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കും. ഡാഡി എയർഫോഴ്സിലായ സമയത്ത് ഏതെങ്കിലും വാറോ ഭീകരമായ എന്തെങ്കിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു 1965 പാക് വാറിൽ ഞങ്ങൾ ചണ്ഡീഗഡിലായിരുന്നു. അതൊരു വലിയൊരു എയർബേസ് ആയിരുന്നു. അവിടെ നിന്നായിരുന്നു ഇവർ പാകിസ്ഥാനിന് അഗേൻസ്റ്റായിട്ട് ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഹ്യൂജ് ബേസ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് 1971 ഞങ്ങൾ ഫരീദാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പക്ഷെ അവിടെ എന്തുവാ അവർ ചെയ്തത് അത് സീക്രട്ടായിരുന്നു. കാരണം
വാറിന് ഉപയോഗിക്കുന്ന എന്തോ ഒരു സാധനമായിരുന്നു അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പം അത് വെളിയിൽ ആർക്കും അറിയത്തില്ല. അപ്പോൾ ആരവിടെ അറിഞ്ഞു വരും. വീട്ടിൽ ആൻസൈറ്റി ഉണ്ടായിരുന്നു ഈ വാറൊക്കെ ഉള്ള സമയത്ത്? അങ്ങനെ വല്ലതും മദർ വല്ലതും പറയുമായിരുന്നു? ആങ്സൈറ്റി ഉണ്ടാകല്ലോ. യൂഷ്വൽ ഒരുപാട് നടക്കുക. കാരണം ചണ്ഡീഗഡായിരുന്നപ്പോൾ ശരിക്കും ഞങ്ങൾ ഫ്രണ്ട് ഏരിയയിലായിട്ട് പറയാം, അവരുടെ ബോംബിങ് റേഡിയസിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ സൈറൻ വരും. അപ്പം ഞങ്ങൾ ട്രെഞ്ചസ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഇരിക്കുക. അതൊരു പക്ഷേ അന്ന് ചെറുപ്പമായതുകൊണ്ടായിരിക്കും ഒരു ത്രില്ലായിരുന്നു. കാരണം കൂടെ പഠിച്ചവരുടെ ചേട്ടന്മാരെല്ലാം വാർ ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു ത്രില്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് ത്രില്ലായിരുന്നു. പിന്നെ അലക്സിന് ഈ പല സ്ഥലത്തിലുള്ള എഡ്യൂക്കേഷൻ കൊണ്ട് ബെറ്റർ ആണോ അതോ എന്തെങ്കിലും ഡ്രോബാക്ക് ആയിട്ട് തോന്നിയില്ല? ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. ഹ്യൂജ് അഡ്വാൻറ്റേജ്. അതെൻ്റെ ജോലി സ്ഥലത്താണെന്ന് എനിക്കത് കൂടുതലും പ്രയോജനപ്പെട്ടത്. ബേസിക്കലി കേരളത്തിൽ നിന്ന് പഠിക്കുന്ന ഒരാളെക്കാളും ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യാനല്ല, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി ഒത്തിരി പല സ്റ്റേറ്റിൽ നിന്ന് വന്ന ആളുകളുമായിട്ട്. അത് ഭയങ്കര എളുപ്പമായിരുന്നു എനിക്ക് കണക്ട് ചെയ്യാനായിട്ട്. ഹിന്ദി ഫ്ലുവൻ്റ് ആയിരുന്നു, ഇംഗ്ലീഷ് ആയിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ആ പലയിടത്തും ഇരുന്നെന്ന് പറയുമ്പോൾ അവരുമായിട്ടൊരു മെൻ്റൽ കണക്ഷൻ വരുമായിരുന്നു. ഇല്ല, അവരൊരിക്കലും പലരും ദേ നെവർ ബിലീവ് ദാറ്റ് ഐ വാസ് ഫ്രം സൗത്ത് ഇന്ത്യ. അതുകൊണ്ടാണ് എല്ലാവരും ഡൽഹി ഹിന്ദി കേൾക്കുമ്പോൾ ഡൽഹിയാണെന്നാണ്. പക്ഷെ അവർ ദേ കോട്ട് മീ. ഈ മീശ ഉള്ളതുകൊണ്ട് അവരെപ്പോഴും പറയും സൗത്ത് ഇന്ത്യൻ്റെ ഒരു ചായ ഉണ്ടെന്ന് പറയും. അത് ഞാൻ പിന്നെ പറയാം. കാരണം ഞാൻ ആദ്യമേ സെയിൽസ് മാർക്കറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഇറ്റ് ഹെൽപ്പ് മീ എ ലോട്ട് കണക്ട് ആവാനായിട്ട്. എനിക്ക് തോന്നി അത്. കാരണം കേരളത്തിൽ പഠിച്ചതിനേക്കാളും ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് താങ്കൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു കോളേജ് ഡേയ്സ്, എന്തെങ്കിലും അന്ന് കോളേജിലെ ഒരു ഐഡൻറ്റിറ്റിയോ എന്തെങ്കിലും അങ്ങനെ? സ്കൂൾ വാസ് വെരി സ്ട്രിക്റ്റ്. ഒരു വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടൊരു സ്കൂളിലാണ് പഠിച്ചത്. കാരണം ആ സ്കൂൾ കേന്ദ്രീയ വിദ്യാലയം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്പോർട്സിനും സ്റ്റഡീസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ 8ാം ക്ലാസ്സിൽ ഫസ്റ്റ് ഫിൽറ്ററിങ് തുടങ്ങുമായിരുന്നു. പിന്നെ 10ൽ 11ൽ മിനിമം ഒരു 2nd ക്ലാസ് കിട്ടുന്നവരെ മാത്രമേ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അപ്പം 11ലേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക, സ്റ്റുഡൻസ് എല്ലാം ഒരേ ഒരു ലെവലിലായിരിക്കും ഏകദേശം. പിന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ അകത്ത് ഫസ്റ്റ് വന്ന പയ്യൻ, പുള്ളിക്ക് അന്ന് മെഡിക്കൽ എൻട്രൻസ് എഴുതി എല്ലായിടത്തും പുള്ളിക്ക് ഫസ്റ്റ് 3 റാങ്ക്സിലുണ്ടായിരുന്നു. പുള്ളി ഇപ്പം US-ലുണ്ട്. എനിക്ക് പക്ഷെ അവനെ ട്രേസ് ചെയ്യാനൊത്തില്ല ഇതുവരെ. പാർത്ഥസാരഥി ഹരൺ എന്നാ പേര്. പുള്ളി കോയമ്പത്തൂരുള്ളതാണ്, തമിഴ്നാട്ടിൽ നിന്ന്. ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു വെച്ചാൽ പുള്ളിയുടെ ഫാദർ എയർഫോഴ്സിലായിരുന്നു, എൻ്റെ ഫാദർ. അപ്പം ഞങ്ങൾ ഇതിന് മുമ്പിലത്തെ ബേസിൽ നിന്ന് അവിടെ ഒരുമിച്ചായിരുന്നു, ട്രാൻസ്ഫറായി ഒരുമിച്ച് ഇവിടെ വന്നു. അപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ സ്കൂൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് കോളേജിൽ പഠിച്ചത് വൺ ഓഫ് ദ മോസ്റ്റ് നൊട്ടോറിയസ് കോളേജ് അറ്റ് കോയമ്പത്തൂർ, ഗവൺമെൻറ് ആർട്സ് കോളേജായിരുന്നു. അവിടെ മറ്റുള്ള കോളേജിലെ പിള്ളേർക്കെല്ലാം പേടിയായിരുന്നു അവിടുത്തെ സ്റ്റുഡൻസ്. ആ ഒരു സ്റ്റൈലായിരുന്നു അവിടെ പഠിച്ചു. ബട്ട് സർവൈവ് ദർ, സർവൈവ് ചെയ്തു. അവരുമായിട്ടൊന്നും വലിയ കമ്പനിയൊന്നുമില്ല കോളേജിൽ. സ്കൂൾ മേറ്റ്സുമായിട്ട് ഇപ്പോഴും 10-22 പേരുമായിട്ട് ഇപ്പോഴും കണക്റ്റഡാണ് ഞാൻ എല്ലാവരുമായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെന്റ് ടു കോയമ്പത്തൂർ എൻ്റെ മോൻ്റെ ഒരു കാര്യത്തിന് പോയപ്പോൾ സമയത്ത് ഐ മെറ്റ് ഓൾ ഓഫ് ഹു ആർ ബേസ്ഡ് ഇൻ കോയമ്പത്തൂർ. അവരെല്ലാം ഞാൻ താമസിച്ചിടത്ത് കാണാൻ വന്നത്. പിന്നെ ഞാൻ 1985-86 ഐ ഗോട്ട് ഇൻ ടു എ ബാങ്ക് നാട്ടിൽ, കാത്തലിക് സ്റ്റേറ്റ് ബാങ്കിൽ ജോലി കിട്ടി. ഫസ്റ്റ് പോസ്റ്റിംഗ് എനിക്ക് ഹൈദരാബാദായിരുന്നു. ദെൻ ഐ വെന്റ് ടു ഹുബ്ലി, നോർത്തേൺ കർണാടക. പിന്നെ വർക്കല വന്നു. ദെൻ ഐ കെയിം ടു മാവലിക്കര ബ്രാഞ്ചിൽ വന്നു. ഒരു 3.5 വർഷം അവിടെ ജോലി ചെയ്യുമ്പോൾ ഐ ഹാഡ് ആൻ ഓഫർ ടു വർക്ക് ഇൻ ദുബായ്. അങ്ങനെ ജോലി റിസൈൻ ചെയ്ത് 98 ദുബായ് വന്നു. ദുബായിൽ ഞാൻ 98 വന്നു. ഞാൻ ബേസിക്കലി ഐ വാസ് ബോർഡ് വിത്ത് ഡൂയിങ് എ ബാങ്കിൽ ജോലി ഭയങ്കര ബോറിംഗ് ആയിട്ട് വന്നു. ബിക്കോസ്
ഡേ ഇൻ ഡേ ഔട്ട് യു വർ ഡൂയിങ് ദ സെയിം തിങ്. അങ്ങനെ ഞാൻ ദുബായ് വന്നു. ഐ വാസ് ഇൻ അക്കൗണ്ട്സ്. പക്ഷേ അവിടെ ഐ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലെവൽ അവിടെ തുടങ്ങിയത്. അങ്ങനെ എനിക്കൊന്ന് 2 years ജോലി ചെയ്ത സമയത്ത് ഞങ്ങളുടെ ജനറൽ മാനേജർ ആയിട്ട് ഞാൻ അടുപ്പത്തിലായി. അപ്പോൾ പുള്ളി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കറിഞ്ഞുകൊണ്ട് പറഞ്ഞു, യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം സിറ്റിംഗ് ഇൻ അക്കൗണ്ട്സ്, ഐ വിൽ പുട്ട് യു ഇൻ സെയിൽസ് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വിഷ് ചെയ്താണ് എന്നെ സെയിൽസിലായി. ഞാൻ കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഐ വിൽ ബി സക്സസ്ഫുൾ. പക്ഷേ ദൈവകൃപയാൽ ഐ വാസ് എ സക്സസ്. സെയിൽസ് ഞാൻ ഭയങ്കര സക്സസ് ആയിരുന്നു. ദേ ഗേവ് മി എ ബ്രാഞ്ച്, അബുദാബി ബ്രാഞ്ച് എനിക്ക് തന്നു അവർ. 2004 തോന്നുന്നു, 4 ഐ ബിക്കേം അവിടുത്തെ മാനേജറായി. അങ്ങനെ ഐ വർക്ക് ദർ. ദൈവം സഹായിച്ചിട്ട് ഐ കുഡ് ക്ലോസ് കുറേ നല്ല ഡീൽസ് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. സെയിൽ എന്തിൻ്റെ ആയിരുന്നു? വി വർ ഇൻ ടു ഹോട്ടൽ ഫീൽഡ്, ഹോസ്പിറ്റാലിറ്റി സപ്ലൈസ് ആയിരുന്നു, നോൺ ഫുഡ് ഐറ്റംസ്. ഞാൻ വർക്ക് ചെയ്ത കമ്പനി എന്ന് പറഞ്ഞാൽ ദേ വർ ദ ബിഗ്ഗസ്റ്റ് ഇൻ GCCയിൽ, ഏറ്റവും ബിഗ്ഗസ്റ്റ് കമ്പനിയാണ്. അങ്ങനെ ഞാൻ I succeeded there. I was there till 2012. I went to Qatar and then I was there for 10 years now, 2012 to 2022 അവിടെ ജോലി ചെയ്തു. I was in the related same ഫീൽഡിലെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തത്. I was handling the complete operations in that company. അത് കഴിഞ്ഞ് 2022 I resigned and then I went and settled in Mavelikara. I had enough. I wanted to take some rest. Now I am in Mavelikara, settled in Mavelikara. So, അപ്പോൾ സാറ് ഒരു 14 to 16 years abroad ആയിരുന്നു അല്ലേ? 24 years. 24 years. അതിൽ 20 yearsോളം അബുദാബി തന്നെയാണ്. 20 years അല്ല, 13 years അല്ല. 13 years അബുദാബി and then another 10 years. 14 years Abu Dhabi and 10 years in Qatar. താങ്ക് യു. അങ്കിൾ CSI പള്ളിയിൽ എന്ന് മുതലാണ് വരാൻ തുടങ്ങിയതിനെ പറ്റി ഒന്ന് പറയാമോ? അബുദാബി CSI പള്ളിയിൽ ഞാൻ അബുദാബി ട്രാൻസ്ഫറായി വന്ന അന്ന് മുതൽ ഞാൻ ഉണ്ട്. അന്ന് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് എനിക്ക് തോന്നുന്നു ബെഞ്ചമിനെയാണ് തോന്നുന്നു പരിചയം. ആൻഡ് വി ആർ സ്റ്റിൽ ഇൻ കോൺടാക്ട്. ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഫാമിലി വൈസ് ഞങ്ങൾ വളരെ. പിന്നെ ഷാജി ഇട്ടിയാരാ. ഷാജിയുടെ വൈഫ് കണ്ണൂരിന്നല്ലേ? ഷാജി ഇട്ടിയുടെ വൈഫ് കണ്ണൂരാ. ഓക്കെ, എനിക്കറിയാം. എനിക്കറിയില്ല ആ ഫാമിലി. ഷാജി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരുടെ ഫാമിലി കണ്ണൂർ വെച്ചെനിക്കറിയാം. ഷാജി ഉണ്ട്. പിന്നെ ജ്യോതി അറിയാം. പിന്നെ റെജി ജോണ, പിന്നെ ചാൾസ്. ഇവരുമായിട്ടൊക്കെ അടുപ്പത്തില്ല. ഇവരെയെല്ലാം ഞാൻ ഈയിടെ ഒരു അടക്കത്തിന് കണ്ടായിരുന്നു, പലരെയും കണ്ടായിരുന്നു. ഈ സമയത്ത് അമ്മാമ എന്തെങ്കിലും വന്നിരുന്നോ അബുദാബിയിലെ? വരുമായിരുന്നു. 6 month കൂടുമ്പോൾ ആദ്യം ഒരു കൊല്ലം ഞാൻ താമസിച്ചു. അന്നേരമായിരുന്നു അതെല്ലാം മരിച്ചുപോയി. പിന്നെ മോനോടെ പഠിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് പോയിരുന്നു നാട്ടിൽ. ഫാറ് തന്നെയായിരുന്നു. നിങ്ങൾ അന്ന് എവിടെയാണ് താമസിച്ചത്? ടൂറിസ്റ്റ് ഏരിയയിലായിരുന്നു? ടൂറിസ്റ്റ് ക്ലബ് ഏരിയയിലായിരുന്നു. ടൂറിസ്റ്റ് ക്ലബ് ഏരിയയിലായിരുന്നു അല്ലേ? ഓക്കെ. കമ്മിങ് ബാക്ക് ടു മൈ ആക്സിഡൻറ്റ്. അങ്കിൾ എൻ്റെ ആക്സിഡൻറ്റിനെ പറ്റി എന്താ കേട്ടത്? എന്താ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്ത് ബെഞ്ചമിനാന്ന് തോന്നുന്നു വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് എക്സാക്ട്ലി. ആ പിക്ചർ ക്ലിയർ അല്ല. ഭയങ്കര മേജർ ആക്സിഡൻ്റാണെന്ന് പറഞ്ഞു. ആൻഡ് അന്ന് എനിക്ക് തോന്നുന്നു വി കുഡ് നോട്ട് വിസിറ്റ് യു. ഹോസ്പിറ്റലിൽ വരാനൊത്തില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അത്ര എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്നത് അച്ഛനോട് നല്ല പരിചയമായിരുന്നു അല്ലേ? അന്നുണ്ടായിരുന്ന അച്ഛൻ മാത്യു ജോൺ അച്ഛനായിട്ട് പരിചയമായിരുന്നു പറഞ്ഞല്ലേ? നമ്മുടെ CSI അച്ഛൻ പോളച്ചനുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. പിന്നെ അവിടെ വെച്ച് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ എനിക്ക് തോന്നുന്നു ശനിയുടെ ടൈം 2007 എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത്. മൾട്ടിപ്പിൾ ഫ്രാക്ചർ വന്നു കാലിൽ. പിന്നെ ഒരു 4 മാസം ഐ വാസ് നോട്ട് ഏബിൾ ടു വാക്ക്. സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കെയിം ബാക്ക്. ദൈവകൃപയാൽ നേരെയായിപ്പോയില്ല. എൻ്റെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് 2000-ലാണ്. ഞങ്ങൾ പക്ഷേ 2007 ഞങ്ങൾ ഇങ്ങോട്ട് പോയത്. ആ ടൈമിലായിരിക്കും അലക്സ് പറഞ്ഞ അപകടം. 2007 നമ്മുടെ 2008 ആയിരുന്നു. നമ്മുടെ 2008. അപ്പം കമ്മിങ് ബാക്ക് ടു യുവർ മാരീഡ് ലൈഫ്. ആ സമയത്ത് അച്ഛൻ ജോലി അബുദാബിയിലായിരിക്കുമ്പോഴാണോ കല്യാണം കഴിക്കുന്നത്? അല്ല, ഞാൻ ബാങ്ക് ജോലി ചെയ്തപ്പോൾ കല്യാണം കഴിച്ചു. 1988 ഹുബ്ലി വെച്ചായിരുന്നു. കർണാടകയിലായിരുന്നു കല്യാണം നടന്നു. അത് ശരി. അന്ന് അമ്മാവ പഠിക്കുക?
എൻ്റെ അമ്മയുടെ പഠിത്തം പഠിക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. അത് ഇങ്ങനെ വീട്ടുകാരെ അന്വേഷിച്ച് അന്വേഷിച്ച് കല്യാണം. അന്ന് ഡാഡി മമ്മിയൊക്കെ ഉണ്ട്. എല്ലാ ഡാഡി മമ്മിയും ഉണ്ട്. പിന്നെ ആനയുടെ പേരൻസും ഉണ്ടായിരുന്നു. 2 അച്ഛന്മാരാണ് ആലോചിച്ച് കല്യാണം നടത്തിയത്. പിന്നെ മമ്മിയും ബേസിക്കലി CSI-കാരൻ തന്നെയാണ്. CSI തന്നെ. ഓ അത് ശരി. അലക്സ് CSI. എൻ്റെ ഫാദറും മദറും CSI ആണ്. ഓ അത് ശരി. ഗ്രാൻഡ് ഫാദർ CSI. ഓക്കെ ഓക്കെ. എൻ്റെ അമ്മ പരുമലപ്പള്ളി വരുമല്ലേ? പരുമലപ്പള്ളിയിലുള്ള CSI-ലോട്ടാണ് കെട്ടിച്ചത്. മദറിനെ ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് മക്കൾ 2 മക്കളുണ്ട്. ഒരു മോളും ഒരു മോനും. മോളുടെ പേര് റോഷ്നി റേച്ചൽ അലക്സ്, മോൻ്റെ പേര് റൂബൻ ജോൺ അലക്സ്. റോഷ്നി IT എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ആളിപ്പം ദുബായിൽ ജോലി ചെയ്യുന്നു. വന്നിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സണ്ണിൻലാട് വീട് കുമ്പനാട്. അവർ 2 പേരും എഞ്ചിനീയേഴ്സാണ്. അവർ എനിക്ക് ഐ ഹാവ് എ ഗ്രാൻഡ് ഡോട്ടർ ഹേസൽ സൂസൻ എബ്രഹാം. മാമിക്ക് ദുബൈയെ പറ്റി ഖത്തറിനെ പറ്റി എന്തെങ്കിലും അമ്മയോട് പറയാൻ എന്താ ഉള്ളത്? നമ്മുടെ കമ്മ്യൂണിറ്റിയെ പറ്റിയോ പള്ളിയെ പറ്റിയോ എന്തെങ്കിലും? ഒത്തിരി അനുഗ്രഹമായിരുന്നു. ചർച്ചിൽ പോകുന്നതും എല്ലാം അനുഗ്രഹമായിരുന്നു. എല്ലാം ഏറ്റവും കൂടുതൽ കൂട്ടുകാരായിട്ട് ആരായിരുന്നു ഉണ്ടായിരുന്നത് പറയാനാണെങ്കിൽ? പറഞ്ഞ പോലെ ഞാൻ അവരൊക്കെ ആയിട്ട് നല്ല കണക്ഷനായിരുന്നു. പിന്നെ ഞാനിങ്ങനെ 6 മന്തിയുടെ 1 മാസത്തൊക്കെ ഉള്ളല്ലോ. പിന്നെ ദോഹ വന്നു കഴിഞ്ഞും നല്ലൊരു ആയിരുന്നു. അലക്സ്, ഈ അബുദാബിയിലെ സെയിൽസിനെ പറ്റി പറഞ്ഞു. ആ ജോബിൻ്റെ ഒരു പ്രോസ്പെക്ട്സ് എന്തുവാ ശരിക്കും പറഞ്ഞാൽ? ഗൾഫ് ഏരിയയിലുള്ള ജോലി, സെയിൽസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ? അത് ബേസിക്കലി ഞാൻ സെയിൽസിൽ ബൈ ആക്സിഡൻ്റ് ആവുന്നത്. ബിക്കോസ് മൈ GM തോട്ട് ദാറ്റ് ഐ വിൽ ഹിറ്റ് ഇറ്റ്. അതുകൊണ്ട് പുള്ളി എന്നെ പുഷ് ചെയ്ത് ഇടുമായിരുന്നു. പിന്നെ ആദ്യമേ എനിക്ക് ഇച്ചിരി പ്രയാസമായിരുന്നു. ബിക്കോസ് ഐ വാസ് നോട്ട് യൂസ്ഡ്, നോ എക്സ്പീരിയൻസ്. ടാർഗറ്റ് അതൊരു ഫാക്ടറാണ്. തുടക്കത്തിലൊരു 2-3 വർഷം അണ്ടർ പ്രഷറായിരുന്നു. ബട്ട് ലേറ്റർ ഓൺ യു സ്റ്റാർട്ട് ടേക്കിംഗ് ദ പ്രഷർ, ദെൻ ഇറ്റ് ബിക്കംസ് ഈസി ആക്ച്വലി. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇന്ത്യയിൽ പലയിടത്തും പഠിച്ച സമയത്ത് എൻ്റെ ഈ ഫീൽഡിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സാണ് ഞങ്ങളുടെ ക്ലയൻറ്റ്. അപ്പോൾ പലരും നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇറ്റ് വാസ് വെരി വെരി ഈസി ഫോർ മീ. റിലേഷൻഷിപ്പാണ് സെയിൽസിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം വിളിച്ച് ഓർഡർ കയറി അവർ അതർവൈസ് ദേ ഗിവ് യു, ദേ ഹെൽപ്പ് യു ടു ഗെറ്റ് ദി ഓർഡർ. അതിനായിരുന്നു അവർ. I was doing pretty well out of Abu Dhabi. പിന്നെ ഖത്താർ ഓൾസോ I had lot of connections. ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ പഴയ കമ്പനി ജോലി ചെയ്തവരെല്ലാം പിന്നെ പിരിഞ്ഞു. ആ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്തു. പക്ഷേ ഞങ്ങൾ ചിലപ്പം യൂറോപ്പിലൊക്കെ ഓരോ ഫെയറിന് പോകുമ്പോൾ വി യൂസ് ടു മീറ്റ് പഴയ ആളെല്ലാം വരുമായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും പലരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഈ അങ്കിള് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ഒരു 10-15 വർഷം കൊണ്ട് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഏരിയ വന്നിട്ടുണ്ട്. അത് ഈ സെയിൽസിന്റെ ജോബ് തന്നെയാണോ ഈ ലോജിസ്റ്റിക്സ് ജോബ് എന്ന് പറയുന്നത്? ലോജിസ്റ്റിക്സ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് ടാർഗറ്റ് തരും. ആൻഡ് യു ഹാവ് ടു ഗെറ്റ് ദ ബിസിനസ്. യു ആർ ദ ശരിക്കും വർക്ക് ഹൗസാണ് കമ്പനിയുടെ. നിങ്ങളുടെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കമ്പനി. യു ഹാവ് ടു ജനറേറ്റ് ഇൻകം ഫോർ ദ കമ്പനി. അതുകൊണ്ട് ടാർഗറ്റ് കാണും. അതുപോലെ ദ സാലറി യു ഗെറ്റ്, ദ കമ്മീഷൻ യു ഗെറ്റ്, അത് നിങ്ങൾ കിട്ടുമ്പോൾ യു വിൽ ഫർഗെറ്റ് യുവർ ടെൻഷൻ. സോ ഈ കസ്റ്റമർ ബേസ് എന്ന് പറയുന്ന അവർ അത് ഓൾമോസ്റ്റ് കൂടെ നമ്മുടെ കൂടെ തന്നെ ഇന്ന് നിൽക്കുമോ? അതോ അവർ കൂടുതൽ ബേസ് ഉണ്ടാക്കാൻ ആവശ്യമുണ്ടോ? നോ, നമുക്ക് യൂഷ്വലി ഒരു പുതിയ ഞാൻ ഫീൽഡിൽ വന്നപ്പോൾ സെയിൽസ് വന്നപ്പോൾ ആർക്കും വേണ്ടാത്ത ക്ലയൻസിനെ എനിക്ക് തന്നെ. അതാ സിസ്റ്റം. കമ്പനി നല്ല ക്ലയൻസൊക്കെ അവർ വെക്കും. മറ്റുള്ള അവർക്ക് ഓർഡർ ഇടാം. മറ്റേതെല്ലാം എനിക്ക് തന്നു. പക്ഷേ നമ്മൾ അതിനേക്കാളും വി ഹാവ് ടു ബ്രേക്ക് ദി ബോർഡേഴ്സ്. പുതിയ ആളുകളെ കണ്ടുപിടിച്ചു, പുതിയ പ്രോപ്പർട്ടി കണ്ടുപിടിച്ചു. പിന്നെ എനിക്കത് ഇറ്റ് വാസ് ഒരു ചാലഞ്ചിങ് ആയിരുന്നു ജോബ്. ഐ യൂസ് ടു ബി ഹാപ്പി.
പക്ഷെ വലിയ ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു ടു ഗിവ് ഇറ്റ് ഓൺ കറക്റ്റ് ടൈം, ഗെറ്റിംഗ് ദ പേയ്മെൻറ്റ്. ഓക്കെ, പ്ലസ് ഡെലിവറി നമ്മൾ എൻഷുർ ചെയ്യണം. ഡെലിവറി കറക്റ്റ് ഡെലിവറി കൊടുക്കണം കറക്റ്റ് ടൈമിൽ അവർക്ക്. കാരണം ഇതെല്ലാം പ്ലാൻഡ് ആയിരിക്കും. പുതിയ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഡേറ്റ് എല്ലാം കാണും. ബിഫോർ ദാറ്റ് വി ഹാവ് ടു സപ്ലൈ. പക്ഷെ വൺസ് ഇറ്റ് ഇസ് ആ ഒരു നമ്മളെ ഗ്രൂവിൽ വീണ് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ബിക്കംസ് ഈസി ആക്ച്വലി. അമ്മാമയ്ക്ക് തോന്നിയിട്ടുണ്ടോ അച്ചായ നല്ല ടെൻഷനുള്ള ജോലിയാണെന്നോ അല്ലെ കംഫർട്ടബിൾ ജോബ് അല്ലെന്നുള്ളത് മനസ്സിലായിരുന്നു? ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഈ ഓരോ ബാങ്ക് ജോലി ഇതിനേക്കാളൊക്കെ ഭയങ്കരമായിരുന്നു. ശരിക്കും ആ ടെൻഷൻ വീട്ടിലും വരുമായിരുന്നു. ഉണ്ടായിരുന്നു. ശരി. അച്ചായൻ എപ്പോഴും ഇട്ടിട്ട് പോരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ബാങ്കിൽ നിന്ന് പോയ സമയത്ത് ആദ്യം പോയപ്പം പ്രയാസമായിരുന്നു ഇവിടെ പിടിച്ചിരിക്കാൻ. ബാങ്കിൽ എന്ന് വെച്ചാൽ രാവിലെ പോയാൽ 5 മണിയാകുമ്പോൾ തിരിച്ചു വരായിരുന്നു. ടെൻഷനൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ മാവേലിക്കര ആയപ്പോൾ ആദ്യം അവസാനം മാവേലിക്കരയാണ് വന്നത്. അന്നേരം പിന്നെ അടുത്തായിരുന്നു, എളുപ്പം എത്തുമായിരുന്നു. പിള്ളേരൊക്കെ കുഞ്ഞായിരുന്നു, സ്കൂളിൽ കൊണ്ടുവിടാനും. കംഫോർട്ട് സോണിൽ നിന്നാണ് ഞാൻ റിസ്ക് എടുത്ത് റിസൈൻ ചെയ്ത് വെളിയിൽ പോയത്. അപ്പോൾ ഞാൻ ചെന്ന സമയത്തൊക്കെ ഞാൻ ബാങ്കിൽ ജോലി എന്ന് പറയുമ്പോൾ ആളിലൊക്കെ പറയുമായിരുന്നു, പിന്നെ എന്തൊരു മണ്ടത്തരോ, ഞങ്ങൾക്ക് നാട്ടിൽ ജോലി കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. എൻ്റെ കൂടെ കയറിയവരെല്ലാം ഒരുത്തരം ഏജിയുമായിട്ടാണ് റിട്ടയർ. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ട് പക്ഷേ ദൈവം വഴി നടത്തി. അതിൽ കൂടുതൽ എനിക്ക് എൻ്റെ മെറിറ്റോ എൻ്റെ ക്രെഡിറ്റോ ഒന്നും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഗോഡ് വാസ് ദേർ ഫോർ എവരിതിങ്. ഇത്രത്തോളം ദൈവം നടത്തി. എനിക്ക് കണ്ടറിയാം നിങ്ങൾ ഹാപ്പി കണ്ടന്റഡ് ആയ ലൈഫ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവും. ഞാൻ സെയിൽസിൽ പോയപ്പോൾ എൻ്റെ ഫസ്റ്റ് മന്ത് എൻ്റെ സെയില് എൻ്റെ ടാർഗറ്റ് 2 lakhs dirhams ആയിരുന്നു. 16,000 രൂപയായിരുന്നു എൻ്റെ ആദ്യത്തെ മാസം. രണ്ടാമത്തെ മാസം കണ്ട 50,000. പക്ഷെ അത് കഴിഞ്ഞ് സം മിറാക്കിൾ ഹാപ്പൻ. ദൈവം എനിക്ക് കറക്റ്റ് ആളുകളെ കൊണ്ട് കണക്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഐ സർവൈവ്ഡ്. ഇനി കമ്മിങ് ബാക്ക് ടു നാട്ടിലെ ബാങ്കിന്റെ ജോലിയിലുള്ള ടെൻഷൻ എന്താ ശരിക്കും പറഞ്ഞാൽ? സാറിന് പറഞ്ഞു ഒരു 6ാമത്തെ ജോലി ആയിരുന്നു. നാട്ടിൽ ഒരു ജോലി ഇല്ല, കംഫോർട്ട് സോണിലായിരുന്നു. അവിടെ ഇപ്പോൾ ഒക്കത്തില്ല കേട്ടോ. ഇപ്പോഴത്തെ ആ ബാങ്കിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ മാറിയിട്ടുണ്ട്. ഞങ്ങളുള്ള സമയത്ത് ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. രാവിലെ 10 മണിക്ക് പോവുക, തരുന്ന ജോലി ചെയ്യുക, കിട്ടുന്ന ജോലി ചെയ്യുക. 5 മണിയാകുമ്പോൾ കൂട്ടിക്കെട്ടി പോകും. നോബഡി കൻ സേ വൈ യു ഗോയിങ്. അങ്ങനെ ഒരു രീതിയായിരുന്നു. ഞാൻ 5 മണിക്ക് ഇറങ്ങുമായിരുന്നു. 5 o'clock ഐ ടു ലീവ്. പക്ഷേ ഗൾഫിൽ വന്നപ്പോൾ ഞാൻ വെൻ ഐ റിസൈൻഡ് ഐ യൂസ് ടു ഗോ അറ്റ് 8 morning. I used to come back by 9 and 10. അത്രയും ജോലിയായിരുന്നു. ദാറ്റ്സ് വൈ റിസൾട്ട്. ചെറുപ്പത്തിൽ യങ്ങായിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഡ്രീം ഉണ്ടായിരുന്നു, US ഒന്ന് വിസിറ്റ് ചെയ്യണം. പക്ഷേ ലേറ്റർ ഓൺ അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. കാരണം ദുബായിലും ഖത്താറിലും ഒക്കെ ജീവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് വാസ് ഗുഡ് ദർ. അവിടെ അതൊക്കെ ഇറ്റ് വാസ് സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് മോൻ ഇവിടെ വന്നു. അവൻ 2022 വന്നു, പഠിക്കാൻ വന്നു. അത് കഴിഞ്ഞിട്ട് അവനിപ്പോൾ ജോലി. ഞങ്ങളുടെ 2 പിള്ളേരെയും ഒരു കാര്യത്തിന് ഞങ്ങൾ ഫോഴ്സ് ചെയ്യത്തില്ലായിരുന്നു. ദേ ദംസെൽഫ് ചോസ് ദർ കരിയർ, ദ ജോബ്. അവർ തന്നെത്താനെ എല്ലാം ചെയ്യും. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടുപേരും. അങ്ങനെ അവന് ഇവിടെ പഠിച്ചു. ആക്ച്വലി അവന് കോൺവെക്കേഷന് ഞങ്ങളെ കൊണ്ടുവരണമെന്നായിരുന്നു. അവൻ്റെ കോൺവെക്കേഷൻ 2023 പക്ഷേ ഞാൻ എൻ്റെ ഐ ഡിഡ് എ മിസ്റ്റേക്ക്. ദോഹയിലുള്ളപ്പോൾ ഐ നെവർ അപ്ലൈഡ് ഫോർ US വിസ. അവിടെ എളുപ്പത്തിൽ കിട്ടിയാണ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മെയിൻ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഈ ലോങ് ജേണി അതെന്തോ ഒരു ടെൻഷനായിരുന്നു. ഒരു ലോങ് ജേണി. കാരണം നാട്ടിൽ 4 മണിക്ക് പോകുന്ന ദോഹയെന്നും ദുബായ് 4 മണിക്കൂർ തന്നെ എനിക്കൊരു ഇറിറ്റേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ സ്ട്രെസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്രയും പോകണമെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലെങ്ങനെ ട്രാവൽ ചെയ്യും അങ്ങനെ ഒരു ഡ്രീമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒന്നാമത് എനിക്ക് ഒരു ആക്സിഡൻ്റ് കാല് വയ്യാത്തതുകൊണ്ട് അതിൽ തന്നെ ഇരിക്കാനൊക്കെ തോന്നുന്നു. സ്വെല്ലിങ്സ് ഒക്കെ വരും. ലൈഫ് അത് മറന്നു. പക്ഷെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അവൻ അവിടെ പോയി we need to at least go and visit him
പിന്നെ ആ രാജ്യം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിസ നാട്ടിൽ വന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 1 വർഷം കഴിച്ചാൽ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. മെഡ്രാസിലാണ് കിട്ടിയത്. 1 വർഷം കഴിഞ്ഞ്. ഇപ്പം അത് ഇച്ചിരി ഫാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. 1 ഇയർ ഇട്ടു. ഒരുപാട് ബാക്ക്ലോഗ് ഉണ്ടെന്ന് പറയുന്നു. അവിടെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയത് മെഡ്രാസിലായിരുന്നു. അവർ ചോദിച്ച ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ കൊടുത്തു. ഫോർ അസ് ഇറ്റ് വാസ് ഒരു കേക്ക് വോക്കായിരുന്നു. കാരണം എൻ്റെ അടുത്ത് 3 ചോദ്യം ചോദിച്ചുള്ളത്. ഞാനെൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. സാറിൻ്റെ ഹസ്ബൻഡും വൈഫിൻ്റെ അടുത്തും ചോദിക്കുന്നത്. ദേ ആർ ജസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് വിത്ത് മീ. 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അപ്രൂവൽ ഇറ്റ് വിൽ ബി ഇഷ്യൂഡ്. പിന്നെ എനിക്ക് തോന്നുന്നൊരു 2 or 3 വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാസ്പോർട്ട് ഞങ്ങളുടെ ഏജൻറ്റ് കളക്ട് ചെയ്ത് കൊണ്ടുത്തന്നു. അപ്പം അപ്പോഴും ഞങ്ങൾ പ്ലാനില്ല വരണമെന്ന്. ദെൻ സഡൻലി മോൻ പറഞ്ഞു നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ക്രിസ്മസ് ടൈമിന് വരണമെന്ന് പറഞ്ഞു. വി ആർ നോട്ട് പ്രിപ്പയർഡ് മെൻ്റലി. ഷീ വാണ്ടഡ് ടു ബേസിക്കലി. ഞാൻ പുറകെ നിൽക്കുമായിരുന്നു. മോൾ എന്നെ വിളിച്ച് ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്തു. അങ്ങനെ പോകണമെന്ന് പറഞ്ഞു. ആൻഡ് വി സെഡ് ഓക്കെ വിൽ ഗോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. വി കെയിം ഹിയർ ഓൺ December 13th. അത് എൻ്റെ മോൻ എന്തോ എന്ന് വെച്ചാൽ ഈ ഫൗണ്ട് ദ ഷോർട്ടസ്റ്റ് റൂട്ട് ജേർണിക്ക് 21 hours or 22 hours എടുത്തുള്ളൂ ഞങ്ങൾ വരാനായിട്ട്. വി കെയിം ആ ഫ്ലൈറ്റ് വന്നതുകൊണ്ട് ഇറ്റ് വാസ് കംഫർട്ടബിൾ ആയിരുന്നു. വലിയ പ്രയാസമില്ല. ഇവിടെ വന്നു ദേവതകൾ നടത്തി. വി വെന്റ് ടു ദ CSI ചർച്ച് ഹിയർ. അങ്ങനെ ഞങ്ങൾ ശനിയെ കണ്ടു. അതൊന്നും എന്നോട് ഞാൻ തന്നെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? സത്യത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നല്ലോ. ഇല്ല, എനിക്ക് ഫേസ് വാസ് ദർ മൈൻഡ്. ഫേസ് ഉണ്ടായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റുമായിട്ട് നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ക്ലിക്ക് ചെയ്തു ഇതുണ്ടാകും. പിന്നെ പ്രജിത്ത് ഞാൻ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. പുള്ളി അടുത്ത് വന്നപ്പോൾ എനിക്ക് ബിക്കോസ് നിങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ട് മോർ ദാൻ 10-14 വർഷമായി. ബട്ട് ഇറ്റ് ക്ലിക്ഡ്. അങ്ങനെ ഇറ്റ് വാസ് എ സർപ്രൈസ് മീറ്റിംഗ് യു ഓൾ ഹിയർ. പക്ഷേ ഇറ്റ് വാസ് എനിക്കത് ക്ലിക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ ദ ചർച്ച് വാസ് സൂപ്പർ ചർച്ച്. ഒരു ഇത്ര ഹ്യൂജ് ആയിട്ടുള്ളൊരു ചർച്ച് ആയിട്ട് ജീവിതത്തിലെ ഫസ്റ്റ് ടൈം ഐ സീയിങ് സച്ച് എ ഹ്യൂജ് ചർച്ച്. ആൻഡ് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വി മെറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. എല്ലാവരും വന്ന് സംസാരിച്ചു. അതൊരു ആഡഡ് പ്ലഷറായിരുന്നു എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്തു. അച്ഛന്മാരും. ആൻഡ് വി ആർ ഹാപ്പി ദാറ്റ് വി മെയ്ഡ് ദ ഡിസിഷൻ ടു വിസിറ്റ് ഹിയർ. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി വിൽ ബി ലീവിങ് ബൈ ഫെബ്രുവരി. അങ്കിള് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ പറ്റി നമുക്ക് പണ്ട് മുതൽ അറിയാമല്ലോ. അമേരിക്ക സൂപ്പർ പവർ അതാണ് ഇതാണെന്നൊക്കെ. വന്നു കഴിഞ്ഞാൽ അങ്കിളിൽ എന്തെങ്കിലും ഒരു മനസ്സിൽ കണ്ട രൂപം അല്ലാന്ന് തോന്നിയോ? എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് അങ്കിളുടെ ചിന്തയിലുണ്ടായിരുന്നില്ല? അങ്ങനൊന്നും തോന്നിയില്ല. ഇപ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇവിടെ വളരെ കൂടുതലാന്ന് നമ്മൾ ഐ റീഡ് എ ലോട്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വ്യത്യാസം ഒന്നും തോന്നിയിട്ടില്ല. നമ്മളൊക്കെ ദുബായ് ജീവിച്ചോണ്ടായിരിക്കും ചിലപ്പോൾ. നമ്മൾ നാട്ടിൽ നിന്നല്ലല്ലോ ഡയറക്റ്റ് അവിടെ ഇത്ര നാൾ ജീവിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഡസൻറ്റ് മേക്ക് മച്ച് ഓഫ് എ ഡിഫറൻസ്. കാരണം നമ്മുടെ ഇവിടുത്തെ ബാത്റൂം ആണെങ്കിലും അബുദാബിയിലെ ബാത്റൂം ആണെങ്കിലും എല്ലാ ബാത്ടബും എവരിത്തിങ് ഇസ് സെയിം. എവരിത്തിങ് ഇസ് സെയിം. നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നു. പിന്നെ ഇതേ ഉള്ളൂ. കോസ്റ്റ്ലി ആണെന്ന് തോന്നിയിട്ടുണ്ടോ? കോസ്റ്റ്ലിയാണ്. ഒത്തിരി കോസ്റ്റ്ലി ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അതിപ്പോൾ ഐ എം നോട്ട് സ്പെൻഡ് എ സിംഗിൾ $. മൈ സൺ ഈസ് ഡൂയിങ് ദാറ്റ്. അതുകൊണ്ട് തോന്നുന്നില്ല. അറിയത്തില്ല അതുകൊണ്ടോ. പക്ഷെ ഞങ്ങളങ്ങനെ വി വെന്റ് ടു സെൻ ആന്റോണിയോയിൽ പോയായിരുന്നു. നാസ കാണാൻ പോയി. ആക്ച്വലി വി വാണ്ടഡ് ടു ഗോ ടു ന്യൂയോർക്ക് ആൻഡ് കണക്ടിക്കറ്റ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഒത്തിരി കണക്ഷൻസ് ഉണ്ട്. മോൻ പഠിച്ചതാണ്. പിന്നെ ആ കണക്ടിക്കറ്റ് CSI പള്ളിയിലെ ഒത്തിരി മെമ്പേഴ്സിനെ ഞങ്ങൾക്ക് ആയിട്ട് നല്ല കണക്ഷനാണ്. അവരെല്ലാം പോയി കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അവിടുത്തെ വില്യം അച്ഛന് പ്രത്യേകിച്ച് വില്യം അച്ഛൻ്റെ മോന് ഇവരുമായിട്ടെല്ലാം നല്ല കണക്ഷനാണ്. പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ തണുപ്പാണ്. തണുപ്പാണ്. ആ തണുപ്പ് പക്ഷെ അവിടുത്തെ തണുപ്പ് ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ ടു ഗോ ദെയർ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് ഇപ്പോഴത്തേക്ക് ക്യാൻസൽ ചെയ്യുന്നു.
Maybe next time, if God willing, Yeah. we'll come, we'll go there also. താങ്ക് യു അലക്സ് ചേട്ടാ. എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട്? ഇത്രയേ ഉള്ളൂ. ദൈവം കഴിച്ചുകൊണ്ടല്ല. അമേരിക്ക എന്ന് വന്ന് കാണുന്നതല്ല, അതെ, ജീവിതത്തിലൊരു ഒരു തവണയെങ്കിലും ഒന്ന് വരണമല്ലേ? ഒന്ന് ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഓക്കെ ഒന്ന് വന്ന് കണ്ടു കേട്ട് പോകുന്നത് നല്ലതാണ്. എല്ലാത്തിനും പിന്നെ ദൈവം സഹായിക്കണം. എല്ലാത്തിനും ദൈവം സഹായിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല ജീവിതത്തിൽ. അതെ. അപ്പോൾ താങ്ക് യു അലക്സ് ചേട്ടാ. ചേച്ചി അബുദാബിയിലെ പരിചയം വീണ്ടും പുതുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. വന്ന് സംസാരിച്ചതിൽ താങ്ക് യു സോ മച്ച്. ക്രിസ്ത്യൻ വോയിസിൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.